മകൻ പള്ളിമുറ്റത്ത് ഉപേക്ഷിച്ചു പോയ വൃദ്ധമാതാവ് തലസ്ഥാനത്തെ അഗതി മന്ദിരത്തിൽ വേദന തിന്ന് കഴിയുന്നു. മരുമകളുടെ ക്രൂരപീഡനം കാരണമാണ് 80-കാരിയായ ഫാത്തിമ മകൻ കമറുദ്ദീനൊപ്പം വീട് വിട്ടിറങ്ങിയത്. തീർന്നതാ മണി? ഇല്ല, അമ്മക്ക് കുടിക്കാനെന്തെങ്കിലും വേണ്ടേ? ഇത് പെറ്റമ്മയെ മകൻ ഉപേക്ഷിച്ചു കടന്ന സിനിമാ കഥ പറഞ്ഞ കേരള കഫയിലെ ദൃശ്യങ്ങളാണ്. എന്നാൽ മനസാക്ഷി നഷ്ടമായ സമൂഹത്തിന്റെ നേർക്കാഴ്ചയായി തലസ്ഥാനത്ത് ഒരു യഥാർത്ഥ സംഭവമുണ്ടായി. മകൻ കമറുദ്ദീനൊപ്പം 10 ദിവസം മുമ്പാണ് കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശിയായ ഫാത്തിമ കുഞ്ഞ് തീവണ്ടിയിൽ യാത്ര തിരിച്ചത്. ഭീമാ പള്ളിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു മകൻ ഉമ്മയെയും കൂട്ടി യാത്രയായത്. പള്ളിയിൽ പോകണമെന്ന തന്റെ ചിരകാല സ്വപ്നത്തിനൊപ്പം മരുമകളുടെ കൊടിയ പീഡനത്തിൽ നിന്നുള്ള രക്ഷ കൂടിയായി കരുതി ഫാത്തിമ ഈ യാത്ര. കിട്ടി അന്ന് അവിടെ വരാതിരിക്കുന്നില്ല. എന്റെ പൊന്നുമോ സത്യമായിട്ട് കരുണാകുളി പള്ളിയാണ് സത്യമായിട്ട് ഈ മണ്ണെ കൊണ്ടു. ഒടുവിൽ ഭീമാ പള്ളിയിലെത്തി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ മകനില്ല. ഉടൻ മടങ്ങിയെത്താമെന്ന് പറഞ്ഞു പോയ മകൻ കമറുദ്ദീൻ പിന്നെ മടങ്ങി വന്നില്ല. സാമൂഹ്യ പ്രവർത്തകയായ അശ്വതി നായരാണ് പള്ളിമുറ്റത്ത് ഇനിയെന്തെന്നറിയാതെ വിതുമ്പിയ ഈ ഉമ്മയെ പോലീസിന്റെ സഹായത്തോടെ വൃദ്ധസദനത്തിൽ എത്തിച്ചത്. ഒരു വേസ്റ്റിന്റെ വില പോലും ഇല്ലാതെ മാതാപിതാക്കളെ മക്കൾ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ എത്രത്തോളം സമ്പൂർണ്ണ സാക്ഷരതയിൽ സമ്പൂർണ്ണ നേടിയെന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെയുള്ള ഈ മാതാപിതാക്കളെ കൊണ്ട് ഇങ്ങനെ വേസ്റ്റ് തള്ളും പോലെ തള്ളിയിട്ട് എന്ത് സാക്ഷരത നേടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സംസ്കാര ശൂന്യമായ അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച പിന്നിട്ടിട്ടും മകൻ മടങ്ങി വന്നില്ല. മൈനാഗപ്പള്ളി പ്ലാമൂട് ചന്തയ്ക്കടുത്ത കണ്ണൻകുഴിയിലാണ് ഫാത്തിമയുടെ വീട്. മൂത്ത മകൻ ഹനീഫ മൂവാറ്റുപുഴയിൽ കൂലിപ്പണിക്കാരനാണ്. വീട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമില്ലെങ്കിലും തന്നെ ഉപേക്ഷിച്ചു പോയ മകനോട് ദേഷ്യമൊന്നുമില്ല ഈ ഉമ്മയ്ക്ക്. മക്കളുടെ ഫോൺ നമ്പറുകൾ ഇവർക്കറിയില്ല. പൂജപ്പുരയിലെ അഗതി മന്ദിരത്തിൽ വേദന കടിച്ചമർത്തി ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഫാത്തിമ ഇപ്പോൾ. ഇതുപോലുള്ള സംഭവങ്ങൾ എത്ര ആവർത്തിച്ചാലും നമ്മുടെ സമൂഹം വൃദ്ധമാതാപിതാക്കളോട് എന്നും അവഗണന തന്നെ കാട്ടുന്നു. ഇവരിലേറെ പേരും അറിയപ്പെടുന്നത് തെരുവുകളിലേക്കാണ്. ക്യാമറമാൻ രമേശ് നെയ്യാറ്റിൻകരയ്ക്കൊപ്പം ദീപു കലിയൂർ, സൂര്യ ന്യൂസ്.